ഹലോ നമസ്കാരം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പം എനിക്ക് തൽക്കാലം പർച്ചേസ് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഇന്നിപ്പം നമ്മുടെ ഒരു അണ്ണൻ പർച്ചേസ് ചെയ്തപ്പോൾ ഞാനിട്ട് മേടിച്ചാണ് പുള്ളിയുടെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബഡ്സും വേറൊരു സാധനം കൂടെ ഉണ്ട്. അപ്പോൾ ഇതേതാണെന്ന് നോക്കാം. റിയൽമിയുടെ ബഡ്സ് എയർ 3 ഒരു അടിപൊളി ബഡ്സാണ്. എനിക്ക് അത്യാവശ്യം ഇതിൻ്റെ ലോഞ്ചിൻ്റെ ടൈം തൊട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ഇത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സംഭവം അത്രയ്ക്ക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതും പ്രൈസ് ഇപ്പം ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിൽ അത്യാവശ്യം നല്ല ഓഫറിൽ കിട്ടിയപ്പം പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു, വേറെ കുറേ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈനും ഫീച്ചേഴ്സും എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. നോയ്സ് ക്യാൻസലേഷൻ കിഡിലൻ ഒരു ഓപ്ഷനാണ്. 5000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ, വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണിത്. ഓക്കെ, അപ്പം ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫീച്ചേഴ്സ് ഇവിടെ തന്നെ ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത് 42 dB ആണ്. 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഉള്ളതിൽ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഹൈ ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 30 മണിക്കൂറിൻ്റെ ടോക്ക് ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ടോട്ടൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ ട്യൂണിങ് കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ Q2ൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, റിയൽമിയുടെ. Q2ൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് കാണുന്നത്, അതിനുശേഷമായിരിക്കും ഇത് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സ് വരുന്നത് 10 mm ഡ്രൈവേഴ്സാണ്. ബാസ് നല്ല രീതിയിൽ കിട്ടുന്ന ഡ്രൈവേഴ്സാണ് ഇതിൽ വരുന്നത്. അത് കസ്റ്റം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി Q2നകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരേ സമയം 2 ഡിവൈസുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും, ഈ TDFs. അതേപോലെ തന്നെ 88 ms സൂപ്പർ ലോ ലേറ്റൻസി മോഡും ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അതിന് മുമ്പ് ജസ്റ്റ് ഫീച്ചേഴ്സ് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ജസ്റ്റ് അതേപോലെ തന്നെ ഫ്രണ്ട് നോക്കുക, ഡിസൈൻ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു TWS നമ്മുടെ റിയൽമി ലിങ്ക് ആപ്ലിക്കേഷനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയായിരിക്കും. MRP 5999 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ് TWS നമുക്ക് കിട്ടിയ പ്രൈസ് 3250 രൂപയ്ക്കാണ് കിട്ടിയത്. സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് 3999 രൂപയാണ്, 4000 രൂപ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെ വരുന്നത് നോക്കാം. ഫസ്റ്റ് TWS നമുക്ക് മാറ്റാം. അപ്പോൾ രണ്ടാമത് ഇതിനകത്ത് എന്തൊക്കെ വരുന്നത് നോക്കാം. ആക്സസറീസ് ബോക്സിനകത്ത് വേറെ എന്തൊക്കെ വരുന്നത് നോക്കാം. നമുക്ക് എക്സ്ട്രാ ഇയർ ടിപ്സ് വരുന്നുണ്ട്, ചാർജിങ് കേബിൾ വരുന്നുണ്ട്, നല്ലൊരു മഞ്ഞ കളറിലുള്ള ചാർജിങ് കേബിൾ, Type-C to Type-A ആണ്. അപ്പം അടുത്തായിട്ട് വരുന്നത് പേപ്പർ ബുക്ക്ലെറ്റ്സ് ഒക്കെയാണ്. അപ്പം ബഡ്സ് എയർ 3യുടെ ഒരു വലിയ ബുക്ക്ലെറ്റ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് വെൽക്കം ടു റിയൽമി ബഡ്സ് എയർ 3 എന്ന് പറഞ്ഞിട്ടുള്ള പെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ കസ്റ്റമൈസ് ഓഡിയോ ട്യൂണിങ്, നമുക്ക് ഓഡിയോ ട്യൂണിങ് കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് ഇത് തിരിച്ചു വയ്ക്കാം. അപ്പോൾ അത് ഇത്രയും തിരിച്ചു വെച്ചു. നമ്മുടെ ബഡ്സ് എടുക്കാം, റിയൽമി ബഡ്സ് എയർ 3. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അടിപൊളി ബിൽഡ് ക്വാളിറ്റി കേട്ടോ, കിട്ടില്ല ബിൽഡ് ക്വാളിറ്റി. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ആപ്പിളിൻ്റെ എയർപോഡ്സ് ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന അത്യൊരു സ്റ്റഡി ഫീലാണ് കിട്ടുന്നത്. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സാധാരണ ഈ ഒരു പോർഷനൊക്കെ എടുത്തിട്ട് കഴിയുമ്പോൾ ചില ബഡ്സിൻ്റെ ഒക്കെ കിടന്ന് വിറയ്ക്കും. ഇത് അങ്ങനെയൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്, ഞാൻ ഫസ്റ്റാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബഡ്സ് എയർ 3. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ വിചാരിച്ചു ഇത്രയും ചെറുതാണെന്ന്. അപ്പം സ്റ്റിക്ക് ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നീളം കാണുമെന്നാണ് വിചാരിച്ചത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണെന്ന് ബോക്സ് ഇത്ര ചെറുതാണെന്നാൽ സ്റ്റിക്ക് നീളം ഇല്ലയോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്കൊന്ന് ബഡ്സ് എയർ 2ന് പിന്നെയും കുറച്ചുകൂടെ നീളം ഉണ്ടായിരുന്നു സ്റ്റിക്കിന്. അപ്പം ഇതാണ് നമ്മുടെ രണ്ട് ജസ്റ്റ്. ഓക്കെ, അപ്പം ഇതിൻ്റെ നമ്മുടെ എക്സ്ട്രാ നമ്മുടെ കേസിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ റിയൽമിയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. അതൊരു അടിപൊളി ബാഡ്ജിങ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്, Type-C പോർട്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ബഡ്സ് ഇതാണ്. എനിക്കാണെങ്കിൽ പേഴ്സണലി ഇഷ്ടം നമ്മുടെ സ്റ്റിക്ക് വരുന്ന ഈ ഒരു ടൈപ്പ് ബഡ്സാണ്, സ്റ്റെം വരുന്ന ടൈപ്പ് ബഡ്സാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വെച്ചാൽ ബഡ്സ് ചെവി മാറിപ്പോയി. എനിക്ക് തോന്നുന്നു സെൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെവി വെച്ചപ്പോൾ തന്നെ ഒരു സൗണ്ട് കേട്ടു. അതിന് ടച്ച് ഞാൻ അറിയാതെ കൈ തട്ടിയതാട്ടോ, അറിയാതെ. ഓക്കെ, അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാലോ. ബാക്കി ജസ്റ്റ് നമുക്ക് നോക്കാം.
അപ്പം ഞാൻ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ ഓൾറെഡി ജസ്റ്റ് ഇത് ഓണാക്കി ഫോൺ ജസ്റ്റ് ഇപ്പം തന്നെ ഇതിനകത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാതിരിക്കുന്നത് ഇതുപോലെ പോപ്പപ്പ് വന്ന് കിടക്കും. ഓക്കെ, അതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. സാധാരണ നമ്മളിത് കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ആപ്പിളിൻ്റെ എയർപോഡ്സിൻ്റെ സെയിം പോപ്പപ്പ് പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കണക്റ്റ് കൊടുക്കാം, അതിനകത്ത് കണക്ട് ചെയ്യുവാണ്. ബ്ലൂടൂത്ത് വിൽ ബി എനേബിൾഡ് എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾ റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ ഇത് താനെ കണക്റ്റ് ആവുന്നുള്ള കാര്യം, പെയർ ആവുന്നുള്ള കാര്യം. അപ്പം ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കണു. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് റിയൽമി ലിങ്ക് ആപ്ലിക്കേഷൻ വഴി തന്നെ കണക്ട് ചെയ്യാം. റിയൽമി ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് പ്ലസ് ബട്ടൺ കൊടുക്കാം. പ്ലസ് ബട്ടൺ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഓഡിയോ സെക്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ റിയൽമി ബഡ്സ് എയർ 2 കിടപ്പുണ്ട്, എയർ 3 എവിടെ, റിയൽമി ബഡ്സ് എയർ 3 നിയോ ഉണ്ട്, ബഡ്സ് എയർ 3S ഉണ്ട്, ബഡ്സ് എയർ പ്രോ ഉണ്ട്, എയർ 3 എവിടെ, ബഡ്സ് എയർ 3. ഓക്കെ, അപ്പോൾ കണക്ട് കൊടുക്കുവാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്ഗ്രേഡ് ഒന്നും നിലവിലില്ല. അപ്ഗ്രേഡ് വരുമ്പോൾ അവർ നോട്ടിഫിക്കേഷൻ കാണിക്കുക, അപ്പോൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാവുന്നതെന്ന് വെച്ചാൽ നോയിസ് കൺട്രോൾസ് ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്, നോർമൽ ഉണ്ട്, നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻസി ഇടുന്ന ടൈമിൽ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നുള്ള നോയിസസ് ഒക്കെ കേൾക്കാൻ പറ്റും. ഓൺ ആക്കുന്ന ടൈമിൽ, ഓഫ് ആകുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ട്രാൻസ്പെറൻസി ഓൺ ആക്കുന്ന ടൈമിലാണ് നമുക്ക് ചുറ്റുമുള്ള ചെറിയ കാറ്റിൻ്റെ സൗണ്ടാണ് അതിന് കേൾക്കാൻ പറ്റും ഓൺ ആക്കുന്ന ടൈമിൽ. അപ്പോൾ നോർമൽ ഇടുന്ന ടൈമിൽ കുറയും. നോയിസ് ക്യാൻസലിങ് ഇട്ടപ്പോൾ ഒട്ടും കേൾക്കാൻ പറ്റില്ല. നോർമലിനകത്തും എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം നോക്കിയത് വെച്ചിട്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. നോയിസ് ക്യാൻസലേഷനും നോർമലും തമ്മിൽ ചെറിയ വ്യത്യാസമാണ് വരുന്നത്. പിന്നെ വിൻഡ് നോയിസ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇതിനകത്ത് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ റെഡ്യൂസ് നോയിസസ് ഫ്രം ദ വിൻഡ് ഇൻ ഹെവിയർ വിൻഡ്സ്, അതർ നോയിസ് ക്യാൻസലേഷൻ എഫക്ട്സ് മേ ബി വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് 2 മോഡ് ചെയ്യാൻ പറ്റും. നോയിസ് ക്യാൻസലേഷൻ തന്നെ 2 ചെയ്യാൻ പറ്റും, സ്ട്രോങ്ങും മൈൽഡും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മൈൽഡ് ഇടുന്ന ടൈമിൽ ചെറിയ രീതിയിലായിരിക്കും, സ്ട്രോങ് ഇടുന്ന ടൈമിൽ നല്ല രീതിയിൽ നോയിസ് റിഡക്ഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൗണ്ട് എഫക്ട്സ് വരുന്ന ടൈമിലാണെങ്കിൽ ബാസ് ബൂസ്റ്റ് പ്ലസ് ഓപ്ഷൻ ഉണ്ട്, ബാലൻസ്ഡ് ഉണ്ട്, ബ്രൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഓഡിയോ ട്യൂണിംഗ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുന്ന ടൈമിൽ കണ്ടിന്യൂ കൊടുക്കാം. ഡിഡ് യു ഹിയർ ദ സൗണ്ട് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. നമ്മുടെ സാംസങ്ങിൻ്റെ ഡിവൈസസിനകത്തൊക്കെ വരുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ എത്രത്തോളം ഹിയറിങ് ടെസ്റ്റ് ചെയ്തിട്ട് കസ്റ്റം ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക് കൊടുക്കാം, എക്സിറ്റ് കൊടുക്കാം അവിടുന്ന്. പിന്നെ വോളിയം എൻഹാൻസർ ഉണ്ട്. അപ്പം എൻഹാൻസർ നമുക്ക് ഓൺ ആക്കാം, ഓഫ് ചെയ്യാം. കുറച്ചും കൂടെ സൗണ്ട് കുറച്ചായിട്ട് കേൾക്കാൻ പറ്റും, കുറച്ചുകൂടെ കൂടുതലായിട്ട്. അപ്പം മോഡ്സ്, ഗെയിം മോഡ്സ് ഓൺ ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മുടെ ബഡ്സ് Q2 ഇട്ട വീഡിയോയിൽ സെയിം സൗണ്ട് തന്നെയാണ്. അപ്പം ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു സമയം തന്നെ നമുക്ക് 2 ഡിവൈസായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇയർബഡ്സ് ഫിറ്റ് ടെസ്റ്റ്, അത് ആദ്യമായിട്ട് കാണുന്നുണ്ടോ. Ensure that your ear tips make a good seal with your ear canals for better noise cancelling and sound quality. Tap to play to start the test. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം എന്തെങ്കിലും വരുന്നുണ്ടോ. സൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ട് കേട്ടോ പ്ലേ ചെയ്യുന്ന ടൈമിൽ. ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും എഴുതി കാണിക്കുമായിരിക്കും, ഫിറ്റാണോ ഇല്ല. ഓക്കെ, പെർഫെക്റ്റ് ഫിറ്റ് എന്നും പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ വെക്കുന്ന ടൈമിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് തെറ്റായിട്ട് എഴുതി കാണിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസാക്കി വെച്ച് നോക്കാം. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇയർബഡ്സ് ഫിറ്റ് ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ഇത് തെറ്റി മാറിയിരിക്കുവാണ്, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് അവർ എഴുതി കാണിക്കുന്നത്. നല്ല സെൻസിങ് ഉണ്ട് കേട്ടോ. നമ്മൾ ടച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ടാണ് സെൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഞാനത് കാണിക്കാം. നമുക്ക് ഇനിയർ ഡിറ്റക്ഷൻ ഓൺ ആണ്, ഓട്ടോ ആൻസർ ഉണ്ട്. നമുക്ക് ടേക്ക് ചെയ്ത ഇയർ ബഡ്സ് ഔട്ട് ഓഫ് ചാർജിങ് കേസ് ആൻഡ് വെയർ ഇറ്റ് ടു ആൻസർ കോൾസ്. ഓക്കെ, പിന്നെ ബട്ടൺ സെറ്റിങ്സ് ഉണ്ട്. ബട്ടൺ സെറ്റിങ്സ് ഡബിൾ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ പ്ലേ ഓഫ് കോൾസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് ട്രാക്ക് വരുന്നുണ്ട്. ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ സ്വിച്ച് നോയിസ് കൺട്രോൾ മോഡ്സ് വരുന്നുണ്ട്. റൈറ്റ് ഇയർബഡ്സിൻ്റെ ആക്ഷൻസ് ഓഫ്. ഇപ്പം നമ്മൾ പറഞ്ഞ ലെഫ്റ്റ് ഇയർബഡ്സിൻ്റെ ആക്ഷൻസ്
ആണ്. റൈറ്റ് ഇയർബഡ്സിൻ്റെ ആക്ഷൻസ് പറയുകയാണ്. ഡബിൾ ടാപ്പ് വരുമ്പോൾ പ്ലേ ഓർ പോസ് വരുന്നുണ്ട്. ട്രിപ്പിൾ ടാപ്പ് വരുമ്പോൾ നെക്സ്റ്റ് ട്രാക്ക് വരുന്നുണ്ട്. ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ സ്വിച്ച് നോയ്സ് കൺട്രോൾ മോഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടച്ച് ആൻഡ് ഹോൾഡ് വരുന്ന ടൈമിൽ രണ്ടാണ് ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പെർസെൻറ്റേജ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർജിങ് കേസിൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് നോക്കി കാണിക്കുന്നില്ല. അതിന് അപ്ഡേറ്റ് വരുന്ന ടൈമിൽ ശരിയാവുമായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഫ്ലിപ്കാർട്ട് കയറിയിട്ട് ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ അഡീഷണൽ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിയൽമി ബഡ്സ് എയർ 3. ഓക്കെ, എയർ 3 ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നിലവിൽ കാണിക്കുന്ന വില എന്ന് വെച്ചാൽ 4000 രൂപയാണ്. 3999 രൂപയാണ് നിലവിൽ കാണിക്കുന്ന വില. അപ്പം ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ് വരുന്നത്. ഇപ്പം നിലവിൽ കോഡ്കോമിന് ഉള്ളത് 5.2 ആണ്. മീഡിയ ടെക്കിന് ഉള്ളത് 5.3 ആണ്. അവർ ഏറ്റവും പുതിയ വേർഷനകത്ത് സ്മാർട്ട് വെയർ ഡിറ്റക്ഷൻ, ഇൻ്റലിജൻറ്റ് ടച്ച് കൺട്രോൾസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മ്യൂസിക് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടല്ലോ. മ്യൂസിക്കിന് ജസ്റ്റ് ഇപ്പോൾ തന്നെ കാണിക്കാം. ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ 30 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നുണ്ട്. നമുക്ക് മ്യൂസിക് ഞാൻ സ്പോട്ടിഫൈയിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ചെക്ക് ചെയ്ത് നോക്കട്ടെ. വേറൊരു കാര്യം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സ്മാർട്ട് കൺട്രോൾസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ എയർബഡ്സ് പുറത്തെടുക്കുന്ന ടൈമിൽ മ്യൂസിക് താനെ നിൽക്കും. നമ്മൾ ടച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യട്ടെ. സ്റ്റോപ്പായി, മ്യൂസിക് താനെ സ്റ്റോപ്പായി. ഇനി തിരിച്ച് വെക്കുന്ന ടൈമിൽ പ്ലേ ആവുന്നു കൂടെ നോക്കാം. പ്ലേ ആയിട്ടുണ്ട്, മ്യൂസിക് പ്ലേ ആയിട്ടുണ്ട്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊടുകയും പിടിക്കുകയൊന്നും വേണ്ട, ടച്ച് ചെയ്യൊന്നും വേണ്ട. നിർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ജസ്റ്റ് തൊട്ടാൽ മതി. നിങ്ങൾക്ക് ഒരു ഇയർബഡിൽ മാത്രം കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ ആവും, പോസ് ആവും. അതാണ് സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പം തിരിച്ച് വയ്ക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. ഓക്കെ, എത്രയേ ഉള്ളൂ. ഓക്കെ, സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അത് ലോഞ്ച് ചെയ്തപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. ആരും ഈ അടുത്തിടയ്ക്കൊന്നും നമ്മുടെ അടുത്ത് മേടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ കണ്ടപ്പം മേടിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ പ്രോഡക്റ്റാണ് ഇനി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ദിവസം തന്നെയാണ് നമ്മൾ 3 പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. ഇനി ചെയ്യുന്നതാണ് ഏറ്റവും കിടിലൻ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കഴിഞ്ഞ് ജസ്റ്റ് വയ്ക്കുക. കിടിലൻ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.